ഹലോ ഗായ്സ്, നമ്മൾ എത്തിയിരിക്കുന്ന ഗ്രാനി 2 ഗായ്സ്. എന്ത് പറ്റിയെന്ന് അറിയില്ല, എക്സ്ട്രാ ലോക്ക് കൊണ്ട് ഗായ്സ്. ഇതിൽ ഗ്രാൻഡ് ഫാം കണ്ടു വളരെ റിസ്ക് പരിപാടിയാണ്. ഗ്രാൻഡ് ഫാമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷയാണ് ഗായ്സ്. ഗ്രാൻഡ് ഫാമാണ് സംഭവമാണ് ഗായ്സ്. സംഭവം ഒരു അഡാറ് സംഭവം. ഒരു ഗ്രാൻഡ് ഫാൻ അങ്ങനെയൊക്കെ മീൻസ് ആണ് ഗൈസ്. അത് ഗ്രാനി പോയി കാണാമെന്ന് അറിഞ്ഞില്ല. ഗ്രാൻഡ് ഫാ ഗൈസ്, സോറി, തെറ്റിപ്പോണ ഗൈസ്. ഗ്രാനി എന്ന് വിളിച്ച ശീലമായിരുന്നു. അവനെ വെടിവെച്ച് തോക്കെങ്കിലും അച്ചടിച്ച് കിട്ടിയിരുന്നെങ്കിൽ. എൻ്റെ ഷോട്ട് ഗൺ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ സ്റ്റൺ ഗണ്ണായാലും വേണ്ടിയിരുന്നു. കഷ്ടപ്പെട്ടെങ്കിൽ സ്റ്റൺ ഗൺ അന്വേഷിച്ച് കിടക്കണ്ടേ ഗൈസ്. ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് മെയിൻ ഐറ്റത്തിലോട്ട് പോകാം. ഓരോ സാധനങ്ങളായിട്ട് അന്വേഷിച്ച് പോകാം ഗൈസ്. എവിടെ ഹാൻഡ് വീൽ ഗൈസ്. ഹാൻഡ് വീൽ അല്ലേ അത്യാവശ്യം. അത്യാവശ്യമായിട്ടൊന്നുമില്ല ഗൈസ്. സ്പെഷ്യൽ കീ ഗൈസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്കുള്ള ഇത് സെറ്റപ്പായി. അതിങ്ങനെ വയ്ക്കുക, ബാക്കി കൊടുത്താൽ ബാക്കിയുള്ള വെച്ച് ഡോർ ലോക്ക് ഗൈസ്. നമുക്ക് നോക്കാം. റിഞ്ച് കിട്ടി ഗൈസ്, റിഞ്ച് എടുത്തുകൊണ്ട് പോകാം. അവിടെ നിന്ന് സ്റ്റൺ ഗൺ കിട്ടണം. വിധിയുടെ വിളയാട്ടമേ ഗൈസ്. നമുക്ക് സ്റ്റൺ ഗൺ കിട്ടും. ഇപ്പം സ്റ്റൺ ഗൺ കിട്ടിയാൽ നല്ല ഭാഗ്യമുണ്ട്. തന്നെ ഗൈസ്, നമുക്ക് ഭാഗ്യമുള്ള കൂട്ടത്തിലുള്ളവരാണ് നമ്മൾ. ഉടനെ തന്നെ ഗ്രാനിയെ ഫേവറേറ്റ് പെറ്റിനെ അങ്ങ് തട്ടാൻ കഴിയും. തട്ടിയിട്ട് ഉടനെ തന്നെ ഗ്രാനിത്തുള്ള അങ്ങ് തട്ടാം. ഗ്രാനിത്തുള്ളത് ഇപ്പം വരും. അലർച്ചയൊന്നും ഇല്ലായിരുന്നു ഗൈസ്. എന്ത് പറയാനാണ് ഇപ്പോൾ ഗ്രാനിത്തുള്ള ഓടി വരും. എൻ്റെ ചാർക്കാനല്ല അവന് ഇതിൽ മെയിൻ എസ്കേപ്പാണ് കേട്ടോ ഗൈസ് ചെയ്യാൻ പോണത്. അതൊന്നുമില്ല, മെയിൻ എസ്കേപ്പ് ഇപ്പം വരും. ഞാൻ വന്നു കഴിഞ്ഞു ഗൈസ്. അലർച്ച അത്ര കേട്ടോന്ന് വിചാരിച്ചതിനേക്കാൾ പെർഫെക്റ്റ് ആണ്. ഗ്രാനി 2 ഇങ്ങനെ ഇരുന്നു കേട്ടോ. 1 മിനിറ്റ് ഗ്രാനി 1-ന് 2-ന്. ഇതിനെന്ത് വ്യത്യാസമാണ്? അലർച്ച മാത്രം ഒന്നും ചെയ്യുന്നില്ല. എന്തറിയാൻ പറ്റും? മരണപ്പെട്ടവർ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, അല്ലാതെ അതിന് വേണ്ടി കരഞ്ഞു നിന്നാൽ ജീവിച്ചിരിക്കുന്നവരെങ്കിലും ചത്തുപോകും. ഷാലോക്ക് ഞങ്ങൾ ഇട്ടിട്ട് പോകണം. എനിക്ക് ചെയ്യണമെന്ന് അറിയില്ല. മെയിൻ എസ്കേപ്പിനുള്ള മെയിൻ ഐറ്റം കിട്ടിയില്ല. ഇത് പറയണം. ഞാനൊക്കെ അങ്ങ് പ്രോ വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ ഗ്രാൻഡ് തള്ള അങ്ങ് അടിച്ചിട്ടിരിക്കണം. എന്നെപ്പോലുള്ള പ്രോ ആരാണ്? കൗബാർ ഇതുവരെയും കിട്ടിയില്ല. ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇനി ഇവിടെ നിന്നെല്ലാം കിട്ടുമോ നോക്കട്ടെ. ഇല്ല, നമ്മൾ ഇഞ്ചി ആക്കി കളഞ്ഞു. ഉണ്ടെങ്കിൽ ഇഞ്ചി ആക്കണമെന്നില്ലേ കാശ്, ഒരു ലിമിറ്റൊക്കെ നമ്മളെ ലിമിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ പവറായിട്ട് പോകണം. കൗബാർ കിട്ടി കാശ്, സെറ്റായിട്ട് കിട്ടും. നമ്മൾ ഹെലികോപ്റ്ററിലല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഹെലികോപ്റ്റർ കാര്യങ്ങളൊക്കെ ചെയ്യാം. നോ, വി ആർ നോട്ട് മേക്കിംഗ് ഹെലികോപ്റ്റർ, വി ആർ മേക്കിംഗ് ടു എസ്കേപ്പിംഗ് മെയിൻ എസ്കേപ്പ് ഗൈസ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത ഹെലികോപ്റ്റർ എസ്കേപ്പാണ് ഗൈസ്. നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഹെലികോപ്റ്റർ എസ്കേപ്പ് മെയിനായിട്ട് ഗൈസ്. ഗ്രാൻഡ് ഒരു സെക്കൻഡ് എണീച്ച് ഗൈസ്. നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ ഒരു അബദ്ധമായിപ്പോയി. നമ്മൾ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ ശ്രദ്ധിക്കില്ലേ. ഗ്രാനി തമ്പച്ച് തുടങ്ങി അവൻ്റെ ഷോ ഇത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല ഗൈസ്. ഈ ഗ്രാനി തള്ള പോലെയാണ് ഗ്രാൻഡ് പി. ഇത് പറയണമെന്ന് അറിയണം, പക്ഷേ ഗ്രാനി തള്ള ഭയങ്കര ഒരു ഇതാണ്, ഒരു അനോയിങ് പോലെയാണ് വരുന്നത്. നമുക്ക് ഇപ്രാവശ്യം എന്താ നമ്മൾ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നില്ല ഗൈസ്.
ഗൈസ് റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഗ്രാനി തൻ്റെ മുകളിലാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് ഗൈസ്. ഞാൻ ഷോർട്ട് ഗൺ എടുത്തുകൊണ്ട് മുകളിലോട്ട് തന്നെ ഗൈസ് തുറപ്പിക്കാൻ പോകുന്നു. ഗൈസ് റോങ് നമ്പറാണ്, പെട്ടുപോയി ഗൈസ്. ഇഞ്ചിയാവാൻ പറ്റിയ അവസരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുകയാണെന്ന് തോന്നുന്നു. എൻ്റെ ഗതികെട്ട അവസ്ഥകളെ ഈ സമയത്ത് താല്പര്യം ഷോർട്ട് കട്ട് ഇറങ്ങി ചെയ്യും ഗൈസ്. ചില വഴികൾക്ക് ഷോർട്ട് കട്ട് ഇറങ്ങണം ചെയ്യണമെന്ന് പറഞ്ഞില്ല ഗൈസ്. നമുക്ക് മെയിൻ ഐറ്റം കിട്ടി, വീണ്ടും ഇതിന് ജീവൻ വെച്ചു ഗൈസ്. ഓരോ ഗെയിം കഴിയുമ്പോഴത്തേക്ക് ജീവൻ വെക്കാൻ തോന്നുന്നു. ചത്തപ്പോഴും ജീവൻ വെച്ചു ഗൈസ്. ഗ്രാൻഡ് തന്തയ്ക്കാണ് ഒരു ഷോ എന്ന് തോന്നുന്നു. വെച്ച് കയത്ത് തന്നെ അടിച്ചു കൂടാ. തിന്ന് എരിയട്ട് ഗൈസ്. വേറെ പരിപാടിയും ഇല്ലല്ലോ.